നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ളതും PSC ചോദിക്കുന്നതുമായിട്ടുള്ള ഗൂഢാലോചനകളാണ്. അലിപ്പൂർ ഗൂഢാലോചന കേസ് 1908 അലിപ്പൂർ ഗൂഢാലോചന കേസ് ഡഗ്ലസ് കിങ് ഫോർഡിനെ വധിക്കാൻ വേണ്ടിയായിരുന്നു അലിപ്പൂർ ഗൂഢാലോചന കേസ്. ഈ കേസിനെ തുടർന്ന് അരവിന്ദ ഘോഷിനെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു. എന്നാൽ യഥാർത്ഥ പ്രതികളായ പ്രഫുല്ല ചാക്കിനെയും കുതിറാം ബോസിനെയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും തൂക്കിലേറ്റുകയും ചെയ്തു. 1912 ഡൽഹി ഗൂഢാലോചന കേസ്. ഹാർഡിംഗ് രണ്ടാമനെ വധിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഡൽഹി ഗൂഢാലോചന കേസ്. റാഷ് ബിഹാരി ബോസാണ് ഇതിന് പ്ലാൻ ചെയ്തത്. പക്ഷേ ഹാർഡിംഗ് രണ്ടാമനെ അവർക്ക് വധിക്കാൻ സാധിച്ചില്ല. കൃത്യമായ തെളിവുകളില്ലാത്തതുകൊണ്ട് റാഷ് ബിഹാരി ബോസിനെ അറസ്റ്റ് ചെയ്യാനും പറ്റിയില്ല. 1925 ലക്നൌവിൽ വെച്ച് ട്രെയിൻ റോബറി ചെയ്തതും അതിനെ പ്ലാൻ ചെയ്ത കേസാണ് കക്കോരി ഗൂഢാലോചന കേസ്. രാംപ്രസാദ് ബിസ്മിൽ, അഷ്റഫ് അക്വാൻ ഖാൻ എന്നിവരാണ് ഇതിൽ പ്ലാൻ ചെയ്ത ആളുകൾ. 1929 തുടങ്ങി 1933 വരെ നീണ്ടുനിന്നതാണ് മീററ്റ് ഗൂഢാലോചന കേസ്. ഭഗത് സിംഗ്, BK ദത്ത് എന്നിവർ അംഗങ്ങളായ HSRAയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടതാണ് ലാഹോർ ഗൂഢാലോചന കേസ്. 1929 ഇത് നടന്നത്. സോണ്ടേഴ്സ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ മരണത്തിലേക്ക് വഴിതെളിച്ചതാണ് ഈ ഗൂഢാലോചന കേസ്. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും BK ദത്തിനെയും തൂക്കിലേറ്റി.